Dear students, today we can discuss the company accounts of issue of shares. ഇന്ന് നമുക്ക് ഒരു കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതല്ല എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും അത് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ഡിസ്കസ് ദ മീനിങ് ഓഫ് കമ്പനി. എന്താണ് കമ്പനി? നമുക്കറിയാം കമ്പനി എന്നുള്ള ആ ഒരു വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് രണ്ട് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള കം ആൻഡ് പനി എന്നുള്ള വേർഡിൽ നിന്നാണ്. Company means or come means together. Pani means tribe. So the company means it is a association or someone person who take their meals together. അല്ലെ, കുറച്ച് ആളുകൾ കൂടി ചേർന്നിട്ട് ഒരു കോമൺ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതിനെയാണ് എന്തായിട്ടുള്ള ഉദ്ദേശിക്കുന്നത് കമ്പനി എന്നുള്ള വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ക്ലിയർ ആണോ? അല്ലെങ്കിൽ കമ്പനിക്കുള്ള ഒരു ജനറൽ ടേംസിൽ അല്ലെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്യാവുന്നതാണ് എന്താണ് കമ്പനീസ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ വിത്ത് എ പെർപെച്വൽ സെലക്ഷൻ ആൻഡ് കോമൺ സീ. ഓക്കെ, അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് പ്രകാരം 2013 കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് രജിസ്റ്റേർഡ് അണ്ടർ ദ ആക്ട് ഓർ അണ്ടർ എനി പ്രീവിയസ് കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത് കമ്പനി എന്നുള്ള ടേം കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കറിയാം കമ്പനി നമ്മൾ ഷോർട്ട് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഹു കം ടുഗദർ ഫോർ ദി കോമൺ പർപ്പസ്. അല്ലെ, ഒരു കോമൺ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളുടെ ഒരു അസോസിയേഷനെ പറയുന്ന പേരാണ് എന്ത് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ലെ, നമുക്ക് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഫസ്റ്റ് ആയിട്ട് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ. അല്ലെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കുറച്ച് ആളുകൾ കോമൺ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടുതലിനെയാണ് എന്തായിട്ട് പറയുന്നത് കമ്പനി എന്നുള്ള ടേം കൊണ്ട് പറയുന്നുള്ളത്. അല്ലെ, അതുപോലെ തന്നെ അടുത്തൊരു ഫീച്ചേഴ്സ് ആണ് അല്ലെങ്കിൽ അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നുള്ളതാണ്. മെമ്പറുമായിട്ട് യാതൊരു ബന്ധമില്ല, അവിടെ നിന്ന് എന്താണ് സെപ്പറേറ്റഡ് ആണ്. കമ്പനി വേറെ അല്ലെങ്കിൽ ഓണേഴ്സ് വേറെ ബിസിനസ് വേറെ, ആ ഒരു കോൺസെപ്റ്റിലാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പനിയിൽ പറയുന്നത്. Then it is a perpetual selection എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പനിക്ക് എന്തുണ്ട് ഷോർട്ട് ടൈം പീരിയഡ് അല്ല ലോങ് പീരിയഡ് ഓഫ് ടൈമിൽ എക്സിസ്റ്റൻസ് ചെയ്യാൻ പറ്റും. അഥവാ ഇറ്റ് ഹാസ് എ കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് എന്നുള്ളതാണ് പെർപെച്വൽ സെലക്ഷൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് ക്രിയേറ്റഡ് ബൈ ലോ. കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേഴ്സൺ അല്ല, എന്താണ് ഒരു ഇൻഡിവിജ്വൽ അല്ല, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. നിയമത്തിന്റെ മുന്നിൽ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അതുപോലെ തന്നെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളെ നമ്മൾ എന്തായിട്ട് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് പറയുന്നത്. അവരുടെ ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഷെയർ വാല്യൂ എന്താണ് അല്ലെങ്കിൽ അവർ ഹോൾഡ് ചെയ്യുന്ന വാല്യൂ എന്താണ് അത്രത്തോളം ലിമിറ്റഡ് ആയിരിക്കും അവരുടെ ഷെയർ വാല്യൂ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കമ്പനിക്ക് എന്തുണ്ട് ഒരു കോമൺ സീൽ ഉണ്ട്. അതുപോലെ തന്നെ അതുപോലെ സിഗ്നേച്ചർ ഓഫ് ദ കമ്പനി ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ കമ്പനീനെ മാനേജ് ചെയ്യുന്നത് അവിടുത്തെ ഓണേഴ്സ് അല്ല, ആരാണ് അവിടുത്തെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഓണർ എന്തായിട്ട് പറയുന്നത് മാനേജ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കമ്പനീസിന്റെ ഷെയർസ് നമുക്ക് വിറ്റൊഴിവാക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ഈസി ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് പ്രൈവറ്റ് കമ്പനി ആവണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ മിനിമം ക്യാപിറ്റൽ എന്തായിരിക്കണം 1 lakh ആവണം. പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ മിനിമം ക്യാപിറ്റൽ എത്ര ആയിരിക്കണം 5 lakh ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ എന്തായിട്ട് പറയുന്നത് ക്യാപിറ്റൽ എമൗണ്ടിൽ പറയുന്നത്. അതുപോലെ തന്നെ കമ്പനീസ് ഡിഫറെന്റ് ബുക്സ് ഓഫ് അക്കൗണ്ട് എന്ത് ചെയ്യണം മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് ഷെയർ ക്യാപിറ്റൽ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഷെയർ? നമ്മുടെ ടൈപ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട്. അതിന് മുന്നേ എന്താണ് ഷെയർ ക്യാപിറ്റൽ? ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ക്യാപിറ്റൽ ഓഫ് കമ്പനി ഈസ് കോൾഡ് ഷെയർ ക്യാപിറ്റൽ. ഒരു കമ്പനിയുടെ ക്യാപിറ്റലിനാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ ആയിട്ട് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഷെയർ ക്യാപിറ്റലിനെ ഡിഫറെന്റ് സ്മോൾ ഈക്വൽ യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തായിട്ട് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ എ പേഴ്സൺ ഹു ബൈ ഷെയർ ഈസ് കോൾഡ് ഷെയർ ഹോൾഡർ ഓർ മെമ്പർ ഓഫ് ദ കമ്പനി. ആരാണോ ഷെയർ വാങ്ങുന്നത് അവരെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് പറയുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞു ഷെയർ ക്യാപിറ്റൽ ഓഫ് കമ്പനി ഈസ് ഡിവൈഡഡ് ഇൻടു സ്മോൾ ഓർ ഈക്വൽ യൂണിറ്റ്. ഓക്കെ, സോ ഈച്ച് യൂണിറ്റ് ഈസ് കോൾഡ് ഷെയർ. ഓക്കെ, ആദ്യം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു കമ്പനി
ഇഷ്യൂ ചെയ്യുന്ന ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഷെയർ ക്യാപിറ്റൽ ആയിട്ട് പറയുന്നത്. ദെൻ ഷെയർ ക്യാപിറ്റലിനെ ഡിഫറൻറ്റ് പോർഷൻ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഈക്വൽ യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഷെയർ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിച്ചത്. അത് വാങ്ങുന്ന ആളുകളെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനി അല്ലെങ്കിൽ മെമ്പർ ഓഫ് ദ കമ്പനി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫേസ് വാല്യൂ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഷോർട്ട് ആക്കി പറയുകയാണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ ഇസ് ദ ക്യാപിറ്റൽ റൈസ്ഡ് ത്രൂ ദി ഇഷ്യൂ ഓഫ് ഷെയർസ്. ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ക്യാപിറ്റൽ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഷെയർ ക്യാപിറ്റൽ എന്നുള്ള വേർഡ് കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഡിഫറെന്റ് ഫേസസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ പറയാം. ആദ്യത്തെ ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആണ്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ക്യാപിറ്റൽ അറ്റ് വിച്ച് എ കമ്പനി ഈസ് രജിസ്റ്റേർഡ് ഈസ് കോൾഡ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അഥവാ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അല്ലെങ്കിൽ കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ എത്രയാണോ കമ്പനിയുടെ ക്യാപിറ്റൽ ആയിട്ട് പറയുന്നത് അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറഞ്ഞിട്ടുള്ളത്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് റെപ്രസെന്റ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഷെയർ ആൻഡ് ദാറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് ബൈ ദി കമ്പനി. ഓക്കെ, അടുത്തതാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓതറൈസ്ഡ് ക്യാപിറ്റലിന്റെ ഒരു പോർഷൻ ആണ് ഇത് ഇഷ്യൂഡ് ക്യാപിറ്റൽ ആയിട്ട് പറയുന്നത്. സോ ദ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി ഹാസ് ആക്ച്വലി ഇഷ്യൂഡ് ആൻഡ് ദീസ് ആർ ദ ഷെയർ ദാറ്റ് ആർ ഇൻ സർക്കുലേഷൻ ആൻഡ് ദേ ഹെൽഡ് ബൈ ദി ഇൻവെസ്റ്റർ. ഓക്കെ, ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഓതറൈസ്ഡ് ക്യാപിറ്റലിന് പബ്ലിക് സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് എത്രയാണോ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് അതിനെയാണ് നമ്മൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇഷ്യൂ ചെയ്യാതെ വെച്ചിട്ടുള്ള ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്തായിട്ട് പറഞ്ഞിട്ടുള്ളത്, അൺഇഷ്യൂഡ് ക്യാപിറ്റൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. എപ്പോഴാണോ ക്യാപിറ്റലിന് ആവശ്യം വരുന്നത് ആ ടൈമിലാണ് ഈ അൺഇഷ്യൂഡ് ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്നത്. അടുത്തതാണ് സബ്സ്ക്രൈബ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ that means it is the portion of issued capital which is subscribed by the public. നമ്മൾ ഇഷ്യൂ ചെയ്ത ക്യാപിറ്റലിന് എത്രയാണോ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാങ്ങിയിട്ടുള്ളത്, പർച്ചേസ് ചെയ്തിട്ടുള്ളത്, ആ ഒരു ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, സബ്സ്ക്രൈബ്ഡ് ഷെയർ ക്യാപിറ്റൽ ആയിട്ട് പറയുന്നത്. അടുത്തതാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എമൗണ്ട് ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ വിച്ച് ദ ഡയറക്ടേഴ്സ് ഹാവ് ഹോൾഡ് ഫ്രം ദി ഷെയർ ഹോൾഡേഴ്സ്. നമ്മൾ കുറെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഷെയർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ പറയാറുണ്ട് ഷെയർ ഒറ്റ 10 റുപ്പീസിന്റെ ഷെയർ ആണെന്നുണ്ടെങ്കിൽ 10 റുപ്പീസ് ഒറ്റയടിക്കല്ല വാങ്ങുക, അത് പല സ്റ്റേജുകളായിട്ടാണ് വാങ്ങുക. ആപ്ലിക്കേഷൻ മണി, അലോട്ട്മെന്റ് മണി, ഫസ്റ്റ് കോൾ, ഫൈനൽ കോൾ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് സ്റ്റേജുകളിലായിട്ടാണ് വാങ്ങുക. അങ്ങനെ എത്ര കോൾ വരെ വിളിച്ചിട്ടുണ്ടോ ആ വിളിച്ച എമൗണ്ട് വരെയുള്ളതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, കോൾഡ് അപ്പ് ക്യാപിറ്റൽ ആയിട്ട് പറയുന്നത്. Okay, so the immediately on the share subscribed by the shareholders. Therefore, it may be called up only such portion of its need. എത്രയാണോ കമ്പനിന്റെ ആവശ്യപ്രകാരം വിളിച്ചിട്ടുള്ളത് ആ ഒരു പോർഷനാണ് നമ്മൾ എന്തായിട്ട് പറഞ്ഞിട്ടുള്ളത്, കോൾഡ് അപ്പ് ക്യാപിറ്റൽ ആയിട്ട് പറയുന്നത്. അടുത്ത കാറ്റഗറിയാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് എ പോർഷൻ ഓഫ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ വിച്ച് ഈസ് ആക്ച്വലി പെയ്ഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ്. നമ്മൾ കമ്പനിയുടെ ആവശ്യപ്രകാരം നമ്മൾ ഒരു എമൗണ്ട് വിളിച്ചിട്ടുണ്ട്, അതിൽ എത്രയാണോ ആക്ച്വലി ഷെയർ ഹോൾഡേഴ്സ് പേയ്മെന്റ് നടത്തിയിട്ടുള്ളത് ആ എമൗണ്ടിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ക്യാപിറ്റലിന് പറയുന്ന പേരാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും ബാലൻസ് കോൾ ചെയ്യാതെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി അൺപെയ്ഡ് ബാലൻസ് ഓൺ ദ കോൾഡ് അപ്പ് ക്യാപിറ്റൽ ഈസ് നോൺ ആസ് അൺപെയ്ഡ് ക്യാപിറ്റൽ ഓർ കോൾ സിനാരിയോ. അഥവാ കമ്പനി കോൾ ചെയ്തിട്ടുണ്ട്, ആവശ്യപ്രകാരം കോൾ ചെയ്തിട്ടുണ്ട്, അതിന്റെ പോർഷൻസ് ഷെയർ ഹോൾഡേഴ്സ് അടച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് പേയ്മെന്റ് നടത്തിയിട്ടില്ലെങ്കിൽ ആ പേയ്മെന്റ് നടത്താത്ത ആ പോർഷനെ പറയുന്ന പേരാണ് അൺപെയ്ഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കോൾസ് ഇൻ അരിയർ ആയിട്ട് പറയുന്നത്. ലാസ്റ്റ് പോർഷൻ ആണ് അല്ലെങ്കിൽ ലാസ്റ്റ് ടൈപ്പ് ആണ് ഇത് റിസർവ് ക്യാപിറ്റൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പറയുന്നത് റിസർവ് ക്യാപിറ്റലിന്റെ കേസിൽ പറയുന്നത് ലിമിറ്റഡ് കമ്പനി ബൈ പാസിംഗ് എ സ്പെഷ്യൽ റിസൊല്യൂഷൻ may set apart the portion of uncalled capital as a reserve capital. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സം പോർഷൻ ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനി കുറച്ച് റിസർവ് ആയിട്ട് മാറ്റുന്നുണ്ട്. അങ്ങനെ റിസർവ് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യണം, ഒരു സ്പെഷ്യൽ റിസൊല്യൂഷൻ ഒക്കെ പാസ്സാക്കണം. അങ്ങനെ സ്പെഷ്യൽ റിസൊല്യൂഷൻ പാസ്സാക്കിയതിന് ശേഷം കമ്പനി ഷെയർ ഒരു ക്യാപിറ്റൽ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തായിട്ട് പറയുന്നത്, റിസർവ് ക്യാപിറ്റൽ ആയിട്ട് പറയുന്നത്. സോ ദ റിസർവ് ക്യാപിറ്റൽ ഈസ് ദ പോർഷൻ ഓഫ് അൺകോൾഡ് ക്യാപിറ്റൽ which is kept a reserve and which is will be called up only at the winding up the company. Okay, കമ്പനി കോൾ ചെയ്യാതെ ലാസ്റ്റ് കമ്പനി പൂട്ടി പോകുന്ന ടൈമിൽ വിളിക്കാന്ന് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, റിസർവ് ക്യാപിറ്റൽ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റിസർവ് ക്യാപിറ്റലും ക്യാപിറ്റൽ റിസർവ് എന്നുള്ള രണ്ട് ടേംസ് ആണ്.
ആദ്യത്തെ ഡിഫറൻസ് പറയുന്നത് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് അൺകോൾഡ് ക്യാപിറ്റൽ. റിസർവ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? വിളിക്കപ്പെടാത്ത അൺകോൾഡ് ക്യാപിറ്റലിന്റെ പോർഷൻ ആയിട്ടുള്ള ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? റിസർവ് ക്യാപിറ്റൽ ആയിട്ട് പറയുന്നത്. എന്നാൽ ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. ക്യാപിറ്റൽ പ്രോഫിറ്റിന്റെ ഭാഗത്തു നിന്ന് മാറ്റി വെക്കുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ക്യാപിറ്റൽ റിസർവ് ആയിട്ട് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പനി പ്രോഫിറ്റ് ഏൺ ചെയ്തു, ആ പ്രോഫിറ്റിന്റെ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യാണ്? മാറ്റി വെക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ക്യാപിറ്റൽ റിസർവ് ആയിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് ആയിട്ട് പറയുന്നത് it is not disclosed in the balance sheet of the company. It may be shown as note to the balance sheet. റിസർവ് ക്യാപിറ്റൽ എന്നുള്ള ഒരു ഐറ്റം നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കാണിക്കുന്നില്ല റിസർവ് ക്യാപിറ്റൽ. അത് ഫുട് നോട്ട് പോലെ താഴെ കാണിക്കലാണ്. എന്നാൽ ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കും. റിസർവ് ആൻഡ് സർപ്ലസിന്റെ അണ്ടറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്യാപിറ്റൽ റിസർവ് കാണിക്കും എന്നാണ് പറയുന്നത്. അടുത്ത ഡിഫറൻസ് പറയുന്നത് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. റിസർവ് ക്യാപിറ്റൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? അല്ലെങ്കിൽ അത് വിളിക്കുന്നത് എപ്പോഴാണ്? അത് കമ്പനി എപ്പോഴാണോ പൂട്ടിപ്പോകുന്നത് അല്ലെങ്കിൽ വൈൻഡിങ് അപ്പിന്റെ ടൈമിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? റിസർവ് ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നത്. എന്നാൽ ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ ലൈഫ് ഓഫ് ദ കമ്പനി. കമ്പനിന്റെ ലൈഫ് പീരിയഡ് ഓഫ് ടൈമിലാണ് ഏത് ഉപയോഗിക്കുന്നത്? ക്യാപിറ്റൽ റിസർവ് ഉപയോഗിക്കുന്നത്. എന്നാൽ റിസർവ് ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞത് എപ്പോഴാണ്? കമ്പനി വൈൻഡിങ് അപ്പിന്റെ ടൈമിലാണ് റിസർവ് ക്യാപിറ്റൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്യാപിറ്റൽ റിസർവ് കമ്പനിക്ക് എപ്പോഴാണോ ഫണ്ടിന് ആവശ്യം വരുന്നത്, ഷോർട്ട് വരുന്നത്, ആ ടൈമിലൊക്കെ കമ്പനിക്ക് എന്ത് ചെയ്യും? ക്യാപിറ്റൽ റിസർവ് യൂസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ക്യാപിറ്റൽ ലോസ് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പെൻസോ എന്തെങ്കിലും റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നില്ല? റിസർവ് ക്യാപിറ്റൽ ഉപയോഗിക്കുന്നില്ല. എന്നാൽ എന്തെങ്കിലും ലോസും കാര്യങ്ങളൊക്കെ റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ക്യാപിറ്റൽ ഉപയോഗിക്കുന്നുണ്ട്? ക്യാപിറ്റൽ റിസർവ് എന്നുള്ള ഐറ്റം ഉപയോഗിക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ റിസർവ് ക്യാപിറ്റൽ ബോണസ് ഷെയർ ഒന്നും ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ബോണസ് ഷെയറും കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഉപയോഗിക്കുന്നുണ്ട്? ക്യാപിറ്റൽ റിസർവ് ഉപയോഗിക്കുന്നുണ്ട്. കാരണം അതൊരു നമ്മുടെ പ്രോഫിറ്റ് ഫേം നടത്തിക്കൊണ്ട് പോകുമ്പോൾ പ്രോഫിറ്റിന്റെ ഒരു ഷെയർ ആണ് നമ്മൾ മാറ്റി വെക്കുന്നത്. അതാണ് ക്യാപിറ്റൽ റിസർവ്. അപ്പൊ അതിന്റെ ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത ഡിഫറൻസ് പറയുന്നത് റിസർവ് ക്യാപിറ്റലിന്റെ കേസിൽ ക്രിയേറ്റ് ചെയ്യണം എന്നില്ല, നിർബന്ധമില്ല, കമ്പൽസറി ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ ക്യാപിറ്റൽ റിസർവ് കമ്പനീസ് ആക്ട് പ്രകാരം എന്തായാലും അല്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം ക്യാപിറ്റൽ റിസർവ്. അതുപോലെ തന്നെ റിസർവ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? സ്പെഷ്യൽ റിസൊല്യൂഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. സ്പെഷ്യൽ റിസൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റിസർവ് ക്യാപിറ്റൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ദെൻ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തതാണ് ക്യാപിറ്റൽ റിസർവ് ആയിട്ട് പറയുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യൽ റിസൊല്യൂഷനും കാര്യങ്ങളും എന്തിൽ ക്രിയേറ്റ് ചെയ്യണ്ട? ക്യാപിറ്റൽ റിസർവിൽ ക്രിയേറ്റ് ചെയ്യണ്ട. നമുക്ക് ഏത് ടൈമിൽ പ്രോഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പോർഷൻ മാറ്റി വെക്കാവുന്നതാണ്. അതിന് എന്ത് ചെയ്യണ്ട? സ്പെഷ്യൽ റിസൊല്യൂഷനും കാര്യങ്ങളും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇന്ന് ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒന്നും കൂടി പറയാം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള എന്താണ് കമ്പനി എന്ന് പറഞ്ഞു, അതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു, എന്താണ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു, എന്താണ് ഷെയർ പറഞ്ഞു, ഓണേഴ്സ് ആരാണെന്ന് പറഞ്ഞു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ പറഞ്ഞു, അല്ലെങ്കിൽ അതിന്റെ ക്ലാസിഫിക്കേഷനിൽ ഫേസസ് ഓഫ് ക്യാപിറ്റൽ പറഞ്ഞു. ദെൻ പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് റിസർവ് ക്യാപിറ്റലും ക്യാപിറ്റൽ റിസർവും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സോ ലെറ്റ് മീ കൺക്ലൂഡ് ടുഡേ സെക്ഷൻ. താങ്ക് യു.